അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും, അള്ളാഹ് എനിക്ക് തരുന്ന ശിക്ഷയാണോ, അതെനിക്ക് പരീക്ഷണമാണോ തരുന്നത്, അത് നമുക്കറിയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പടച്ചവൻ എന്നെ ശിക്ഷിക്കുകയാണോ അതോ എന്നെ പരീക്ഷിക്കുകയാണോ. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമുക്കൊരിക്കലും കിട്ടാറില്ല. നമുക്ക് കിട്ടുന്നത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, ഒരു കുട്ടി നന്നായി പഠിക്കും, മറ്റേ കുട്ടി പഠിക്കാതെ കറങ്ങി നടക്കും. ഒരു ദിവസം ടീച്ചർ എന്ത് ചെയ്തു, രണ്ടു പേർക്കും ഒരു പരീക്ഷ ഇട്ടു. പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ അവന് അടുത്ത ക്ലാസ്സിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ്, ഒരു പ്രമോഷനാണ്. എന്നാൽ പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ പരീക്ഷ ലഭിക്കുന്ന ഒരു ശിക്ഷയാണ്, ഒരു പണിഷ്മെൻ്റാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പരീക്ഷണങ്ങളും ശിക്ഷകളും വരുന്നത് ഒരേ രൂപത്തിലായിരിക്കും, പക്ഷേ അത് അനുഭവിക്കുന്ന ആളിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥം മാറും. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇത് ശിക്ഷയാണോ അതോ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണോ എന്ന്? നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, ആ പ്രയാസം വന്നപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു, നിങ്ങൾ കരഞ്ഞു, ദുആ ചെയ്തു, നിസ്കരിച്ചു, അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുവെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളി. കാരണം അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അത് നിങ്ങൾ അള്ളാഹു ഉയർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമാണത്. എന്നാൽ കഷ്ടപ്പാട് വന്നപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ശപിക്കാനും നിസ്കാരം ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ പരാതി പറയാനും, എനിക്കെന്താണ് ഇങ്ങനെ, എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ, ഇങ്ങനത്തെ പരാതികൾ പറയാനും, പിന്നെ അല്ലെങ്കിൽ അള്ളാഹിനെ ഇങ്ങനെ ഭയപ്പെട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു അദാബാണ്. കാരണം ഇത് അള്ളാഹു നിങ്ങൾക്ക് തരുന്നൊരു ശിക്ഷയാണ്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് അവൻ്റെ അവഗണനയാണ്. പരീക്ഷണാണെങ്കിലും അള്ളാഹു നമ്മളെ ഓർക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് എൻ്റെ അടിമ എന്നെ വിളിക്കട്ടെ എന്ന് കരുതുന്നത്. അഥവാ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളിൽ എന്നോട് അടുക്കട്ടെ എന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നൊരവസ്ഥ, നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും അള്ളാഹു മാറ്റിവെക്കുന്നത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളെ മുസല്ലയിൽ ഇരുന്നിട്ട് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ, അള്ളാഹിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? എന്നാലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ അള്ളാഹ് സ്നേഹിക്കുന്നു എന്നുള്ളത്. നിങ്ങളെ ഒരിക്കലും തകർക്കാനല്ല, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കാനാണ് അള്ളാഹു ഇത് നൽകിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഒരിക്കലും പ്രയാസങ്ങൾ വരുമ്പോൾ തളരാതിരിക്കാം. അള്ളാഹു ഇതൊരു പരീക്ഷണമാണെങ്കിൽ എനിക്ക് ക്ഷമ നൽകണേ, ശിക്ഷയാണെങ്കിൽ എനിക്ക് മാപ്പ് നൽകണേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്.